ഹായ് ഓൾ എല്ലാവർക്കും അർജുൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭ്രമയുഗം ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിവ്യൂവിനകത്ത് പറയാൻ പറ്റാതെ പോയിട്ടുള്ള സ്പോയിലേഴ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു റിവ്യൂ വീഡിയോനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, മമ്മൂക്കയുടെ ക്യാരക്ടർ വളരെ സൂക്ഷ്മമായിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് മമ്മൂക്ക അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് ഞാൻ ആ ഒരു വീഡിയോക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് പറയാനായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഒരു സ്പേസ് ഇല്ലായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയി പോയേനെ. അതേ കണക്ക് എനിക്ക് ദഹിക്കാതെ പോയ ചില കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതൊക്കെ പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ആ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട സ്പോയിലറാണ് എന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ ഓർക്കുക, ഈ ഒരു വീഡിയോ അങ്ങോട്ട് പോകുന്തോറും കട്ട 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 സ്പോയിലർ ആയിരിക്കും. സോ സിനിമ കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണാനായിട്ട് പോവുക. കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് എന്നെയും എൻ്റെ ഈ ഒരു വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് കൂടുതൽ അടിപൊളി വീഡിയോസ് ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. സോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ പ്രമേഹം തിയേറ്ററുകളിൽ തകർത്തോണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായിട്ട് പോലും പ്രൊഡക്ഷൻ ടീമിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ ഹൗസ്ഫുൾ ആയിട്ട് എല്ലായിടത്തും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ആ ഒരു കളർ ടോണിൽ പടം കാണാനായിട്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ വൻ വിജയമായിട്ട് ഭ്രമയുഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്കെൻഡിൽ 30 കോടിയോളം അടുത്താണ് സിനിമ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് എല്ലാ ട്രേഡ് അനാലിസ്റ്റുകളും ഒക്കെ പറയുന്നത്. സോ അത്തരത്തിൽ വലിയൊരു വിജയം ഈ ഒരു എക്സ്പെരിമെന്റൽ പടം നേടാൻ പോകുന്നു എന്ന് പറയുന്നത് മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ വളരെയധികം നേട്ടമുള്ള ഒരു കാര്യമാണ്. ഭ്രമയുഗത്തിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ, മമ്മൂക്ക സ്ക്രീനിൽ വരുന്നത് കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ്, ഒരു ബ്രാഹ്മണനായിട്ടാണ് മമ്മൂക്ക ആദ്യമേ സ്ക്രീനിലേക്ക് വരുന്നത്. അർജുൻ അശോകന്റെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് അർജുൻ അശോകൻ ആ ഒരു മനക്കകത്ത് വന്നു കഴിഞ്ഞാണ് മമ്മൂക്കയുടെ ഇൻട്രോ വരുന്നത്. മമ്മൂക്ക വന്നിട്ട് ആ ഒരു ചാരു കസേരയിലൊക്കെ ഇരുന്നിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും അർജുൻ അശോകനെ പരിചയപ്പെടുന്നതും ആ കാര്യങ്ങളൊക്കെ, ആ ഒരു സമയത്തെ മമ്മൂക്കയുടെ ശൈലി എന്ന് പറയുന്നത് പക്ക ഒരു ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കും, വെറ്റിലേക്ക് ചവച്ച് കാർക്കിച്ച് അത്തരത്തില് എന്താ അല്ലേ എന്നൊക്കെ ഉള്ള ഒരു സംസാരമില്ലേ. നമ്മളിപ്പം ഒരു ബ്രാഹ്മണനെ അനുകരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചെയ്യുക, അത്തരത്തില് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇത്തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ ആദ്യം കരുതി. കാരണം അത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മറ്റൊരാൾ ബ്രാഹ്മണനായിട്ട് കൊടുമൺ പോറ്റിയെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു മാനറിസംസ് ഒക്കെ ബോധപൂർവ്വം ഇട്ടിട്ട് കാണിക്കുന്ന കണക്ക് എനിക്ക് ആ ഒരു ആദ്യത്തെ മമ്മൂക്കയുടെ ഇൻട്രോയിൽ എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന അർജുൻ അശോകനോടായാലും സിദ്ധാർത്ഥ് ഭരതനോടായാലും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ മമ്മൂക്കയുടെ ഒരു രൗദ്രഭാവങ്ങൾ പുറത്തു വരുന്ന സീൻസിലൊക്കെ പക്ക പക്ക മമ്മൂക്ക അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യുന്ന മമ്മൂക്ക, ഒരിക്കലും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു പിഴവ് പറ്റാത്തതാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ആ ഒരു ചിന്തയ്ക്കുള്ളൊരു ഉത്തരം എനിക്ക് കിട്ടിയത് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ്. ഒരു ട്വിസ്റ്റ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റ് റിവീൽ ആയതിനു ശേഷമാണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് ആദ്യമായി ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ച് അഭിനയിച്ചത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഞാനിനി പറയാൻ പോകുന്ന ആ ഒരു ട്വിസ്റ്റാണ്. തീർച്ചയായിട്ടും ആ ഒരു ട്വിസ്റ്റ് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകത്തുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ആ ട്വിസ്റ്റും ടെൻസും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോയി സിനിമ കാണുക. ഓക്കെ, ആദ്യം. എന്നിട്ട് വീഡിയോയിലേക്ക് മടങ്ങി വരിക. അപ്പം ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ചാത്തൻ കൊടുമൻ പോറ്റി ഒരു ചാത്തനെ തളച്ചിട്ടുണ്ടെന്ന് ഈ ഒരു സിനിമയ്ക്കകത്ത് ആദ്യം പറയും. പക്ഷേ പിന്നീട് ഈ ഇരിക്കുന്ന മമ്മൂക്ക തന്നെയാണ് ആ ഒരു ചാത്തൻ എന്ന്, കൊടുമൻ പോറ്റിയുടെ രൂപത്തിൽ ഇരിക്കുന്നത് ചാത്തനാണെന്ന് പിന്നീട് സിനിമ ആ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മമ്മൂക്ക ആദ്യമേ കാണിച്ചതിന്റെ ആ ഒരു ചെറിയ പിഴവിന്റെ അർത്ഥം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം കൊടുമൻ പോറ്റി അല്ലത്, കൊടുമൻ പോറ്റിയായിട്ട് അഭിനയിക്കുന്ന ചാത്തനാണത്. ചാത്തൻ ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ബ്രാഹ്മണനെ കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് വരണം എന്നത് നിർബന്ധം ഉണ്ടായിരുന്നത് പോലെയാണ്. പക്ഷെ അത് കൊടുമൻ പോറ്റി അല്ലാന്ന് തോന്നിക്കാനും പാടില്ല, ചാത്തനാണ് അത് ചെയ്യുന്നത്. ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിനകത്ത് വരെയും വേണമെന്ന രീതിയിലാണ് മമ്മൂക്കയുടെ ആ ഒരു ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഓക്കെ, മമ്മൂക്ക ആദ്യമേ ഒരു ആർട്ടിഫിഷ്യൽ രീതിയിൽ ബ്രാഹ്മണൻ പോലെ ആക്ട് ചെയ്യുന്ന കണക്കാണ് തോന്നിയത്. പക്ഷെ അത് അങ്ങനെയാണ്, ആക്ടിങ് ആണെന്ന് വലിയ രീതിയിൽ എടുത്തറിയാത്ത രീതിയിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിച്ചു പോയിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതൊരു ഗംഭീര നടനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പിന്നെ എടുത്തു പറയാനുള്ളത്, ആ ഒരു ക്ലൈമാക്സ് സീനിൽ മമ്മൂക്കയുടെ ആ ഒരു ചാത്തൻ രൂപം അതിന്റെ പൂർണ്ണ രീതിയിൽ മമ്മൂക്ക വരുന്ന ആ ഒരു സമയത്തെ മമ്മൂക്കയുടെ ആ ഒരു ആക്ടിങ് എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല. അത്തരത്തിൽ അത് മമ്മൂക്കയാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മമ്മൂക്കയാണ് നമ്മുടെ ഫ്രണ്ടിൽ ആ ചാത്തനായിട്ട് നിന്ന് അത്രയും രൗദ്രത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. നീ എന്തിനാടാ ഇങ്ങനെ നിന്ന് തള്ളുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി മമ്മൂക്ക അത്ര ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അത് അപ്രിസിയേറ്റ് ചെയ്യേണ്ട ആ ഒരു ചുമതല നമ്മുടെ കാര്യമാണ്. അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടും കിടിലനായിട്ടും മറ്റാർക്കും ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരുവിധ മടിയും ഇല്ല. പിന്നെ എനിക്ക് ഒരു സിനിമയ്ക്കകത്ത് വലിയൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തത്
ക്ലൈമാക്സ് പോർഷനിലാണ്. ക്ലൈമാക്സ് പോർഷനിൽ അതുവരെ സിനിമയ്ക്കകത്ത് നിറഞ്ഞു നിന്ന നമ്മുടെ മമ്മൂക്ക പെട്ടെന്ന് ഒരു സീനിൽ അങ്ങ് അപ്രത്യക്ഷനാവുകയാണ്. പിന്നെ മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്കകത്ത് ഇല്ല. അതെനിക്ക് വലുതായിട്ട് ദഹിക്കാനായിട്ട് പാടായിരുന്നു. കാരണം അതുവരേക്കും സ്ക്രീൻ നിറഞ്ഞു നിന്ന അത്രയ്ക്ക് സ്ക്രീൻ പ്രസൻസ് മമ്മൂക്കയ്ക്ക് അത്രയും മമ്മൂക്ക ആ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഈ ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ആ ഒരു സ്ക്രീൻ പ്രസൻസ് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുമ്പോഴത്തേക്ക് ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തു. അർജുൻ അശോകനും അതേകണക്ക് സിദ്ധാർത്ഥ് ഭരതനും അവർക്ക് കിട്ടിയ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ഡൗൺ മമ്മൂക്ക ആ ഒരു പെട്ടെന്ന് ആ സീനിൽ അപ്രത്യക്ഷനാവുന്നത്, ബാക്കിയുള്ള ക്ലൈമാക്സ് പോർഷനിൽ മമ്മൂക്ക ഇല്ലാത്തത് വലിയൊരു ഡൗൺഫോൾ ആയിട്ട് തന്നെയാണ്. ക്ലൈമാക്സ് പോർഷനിൽ മമ്മൂക്കയെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അത്രത്തോളം വലുതാണ് മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്. അതുവരെ മമ്മൂക്കയാണ് ആ ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്തത്. പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോഴത്തേക്ക് ആ ഒരു ശൂന്യത അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്നെ ഞെട്ടിച്ചു കേട്ടോ. മമ്മൂക്ക ഇത്രമാത്രം വലിയൊരു പ്രതിഭയാണ്, ഒരു ലെജൻഡാണ് എന്നൊക്കെ ഉള്ള ഒരു ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഈ ഒരു കഥാപാത്രം നമുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ചാത്തന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു രൗദ്രഭാവമൊക്കെ വരുന്ന നേരത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ് കിടിലനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ഒരു മമ്മൂക്ക പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇത്തരത്തിലുള്ളൊരു അമ്പരപ്പ് ഉണ്ടാകുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. അത്തരത്തിൽ ഗംഭീരമായിട്ട് തന്നെ മമ്മൂക്ക ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ആ ഒരു ക്ലൈമാക്സ് പോർഷനിലെ ഡൗൺഫോൾ മമ്മൂക്ക പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനാവുന്നത് എനിക്ക് പേഴ്സണലി അതേ പറഞ്ഞത്. അത്രയും നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുമ്പോഴത്തേക്ക് വളരെ ശൂന്യതയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അതെനിക്കൊരു ഡൗൺഫോൾ ആയിട്ട് തോന്നി. ഞാൻ പിന്നെ ഫസ്റ്റ് റിവ്യൂവിനകത്ത് പറഞ്ഞ കണക്കത്തെ ആ ഒരു സ്ക്രീൻ റേഷ്യോ 2:1 കണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു സ്ക്രീൻ റേഷ്യോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള സ്ഥലം സ്ക്രീനിൽ ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ കിടക്കുന്നത് എനിക്ക് അങ്ങനെ കാണുന്ന സിനിമ എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്ക് വലിയ വൈഡ് ഫ്രെയിമിൽ തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും വൈഡ് ഫ്രെയിമിൽ തന്നെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അതും എനിക്കൊരു വലിയ കല്ലുകടിയായിട്ട് തോന്നി. ബാക്കി കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടാണ് പടത്തിൽ ചെയ്തിട്ടുള്ളത്. ഡയറക്ടറും ക്യാമറാമാനും മ്യൂസിക് ഡയറക്ടറും എല്ലാം എന്താ പറയുന്നത് അളവിൽ കവിഞ്ഞ പ്രശംസ അർഹിക്കുന്ന രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പടം. മലയാളത്തിൽ ഇത്രയ്ക്ക് ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു പടം ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ലാത്ത കണക്കാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും ആദ്യത്തെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സീനൊക്കെ കാണിക്കും. അതേ കണക്ക് ഒരു ചെലന്തിയുടെ വല പിടിച്ചിരിക്കുന്ന അത്തരത്തിലും ആ ഒരു മനയുടെ ഭംഗി അത്തരത്തിലൊക്കെ ഉള്ള ഫ്രെയിംസ് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിനും ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കാണിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഈ ഒരു സിനിമയിലൂടെ മനസ്സിലായിട്ടുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീര പടം. അപ്പൊ എന്തായാലും ആ ഒരു ഫസ്റ്റ് ഇട്ട റിവ്യൂവിനകത്ത് പറയാൻ പറ്റാത്ത സ്പോയിലേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനായിട്ട് വന്നതാണ്. ഓക്കെ, ബൈ ബൈ.